എന്താണ് കൊച്ചിനമ്മ വായും തുറന്നോട് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ആ, നിനക്ക് അങ്ങേത്തോടെ വീട്ടിൽ പോകാറായെങ്കിൽ പൊയ്ക്കോ. കൊറേ കഴിഞ്ഞിട്ട് പോയാലും മതി. ആഹാ, ഞാൻ എഴുതിട്ട് പോയപ്പോഴാ നീ പണി തുടങ്ങിയല്ല. നീ ഇന്ന് ചന്ത വരണില്ലടി? വരണക്ക, 2 ഉരുള മണ്ണൂടെ വെച്ചോട്ടെ. ആ, കാർത്തികിനും അമ്മൂക്കിനും വരുന്നു. എന്തടി കാർത്തി, പോകാൻ നേരമായി പോയോ? അമ്മൂക്കനാ ദുരിശം. വല്ലവളും വീട് വയ്ക്കുന്നതിന് എനിക്കൊന്നൊരു വിറുതം. എങ്കിൽ നിങ്ങൾ പോകും, ഞങ്ങൾ പിന്നെ വരാം. ഒരാള് തന്നെ പണിയെടുത്താ ഇതെപ്പ തീരാനാ? അക്കൻ കൂടെ നിന്നാ ഒരു ഉജാറൊക്കെ ഉണ്ട്. എന്നാ ഞാനും പിന്നെ വരാം അമ്മൂക്ക. അയ്യോ അയ്യോ അമ്മൂക്ക, പോലെ ഒടിച്ച പട്ട പാടും. അങ്ങോട്ട് മാറിഞ്ഞില്ലേ? എന്റെ അമ്മേനെ ചുടലത്തിങ്ങല്ലയോ? ഞാൻ തൊട്ടാൽ ഇതങ്ങ് കരിവല്ലോ. അതെ, ഞാനങ്ങ് പോവുക. ഓടിച്ചാവോ, അല്ലെങ്കിൽ അവളൊരു അദൂഷക്കാരിയാ. അറിയാതെ കൊല്ലം എത്ര കഴിഞ്ഞു. ചുടലത്തെങ്ങ് വലുതായത് കണ്ട. ഇന്നലെ കഴിഞ്ഞ പോലല്ലേ തോന്നണം. പേരുദോഷം വരാതെ നോക്കിക്കോണേ അക്കാന്നും പറഞ്ഞു എന്റെ മടിയിൽ കിടന്നിട്ടല്ലേ കണ്ണടച്ചത്. ഓർമ്മയുണ്ടോടി ചെല്ലമ്മ നിനക്ക്? എന്നിട്ട് ഇതുവരെ പേരുദോഷം കേൾപ്പിച്ചില്ലല്ലോ. പേരുദോഷം കേൾപ്പിച്ചാ മണ്ണെണ്ണ ഒഴിച്ച് ചുട്ടുകളയല്ലോ. നീ രാത്രി തനിച്ചാ ഇവിടെ നിന്ന് ഓർത്തല്ലേ മനസ്സിനൊരു സമാധാനമില്ല. അതല്ലേടി മൂന്തിയാകുമ്പോ ഞാനിങ്ങ് ഓടിയെത്തണത്. അല്ലേടി കാർത്തി? നേര് തന്നെയൊക്കെ. ചന്ത പലരും ആദ്യം വിചാരിച്ചിരുന്നത് പള്ളിയേക്കന്റെ മോളാ ചെല്ലമ്മേന്നില്ലയോ. ഇന്നിനി മതിയേക്ക, നേരെ ഒരുപാടായല്ലേ? നേര് തന്നെ. ആ ചെല്ലമ്മ, കുന്നമ്പാറ വിളയിലായിരുന്നു മരച്ചീനി വീണത്. എന്നാ മതിയാക്കാൻ ചെല്ലമ്മ. എടുക്കല്ലമ്മ, ലോണ്ടെ അധികാരി അങ്ങത്തെ വരുന്നു. ഓ, ഇങ്ങനെ ഒരു ഉപദ്രവം. ചെല്ലമ്മ, ഏതങ്ങത്തെ? ആഹാ, അപ്പൊ അതുപോലും നിനക്ക് അറിഞ്ഞൂടല്ലേ? ഇല്ല. നിന്റെ ഈ കുടിലിരിക്കുന്ന സ്ഥലം ആരുടെ വകയാണെന്ന് നിനക്കറിയാം? അങ്ങത്തേടെ. എന്നിട്ട് ഒരു വാക്ക് പോലും ചോദിക്കാതെ നീ എന്തിനാണ് ഈ തോന്നിയാസം കാണിച്ചത്? 4 ഉരുള മണ്ണ് വെച്ച് പോക്കുന്നതിൽ എന്തിനങ്ങത്തെ തോന്നിയാസം? അപ്പോ നിന്റെ ഇഷ്ടം പോലെ എന്റെ വസ്തു നീ എന്തും ചെയ്യുമല്ലേ? വീട് എന്റേതല്ലേ അങ്ങത്തെ? അവിടെ ഒരു അവകാശം എല്ലാം ഇടിച്ചു നിരത്തി വാഴ വെക്കും ഞാൻ, വാഴ. നീ വലിയ ആളൊന്നും ആവണ്ട കേട്ടോ. ഒന്ന് ചുമ്മാതിരിക്കണം അങ്ങത്തെ. അങ്ങത്തേക്ക് ആള് തെറ്റിപ്പോയി. ചെല്ലമ്മ, അല്ല നോക്കണം അക്ക, കള്ളപ്രമാണം ചമച്ച് ഞങ്ങളുടെ വസ്തു അപകരിച്ചെടുത്തതും പോരാ. അക്കൻ കേട്ടില്ല ഇയാളുടെ വർത്തമാനം. എന്നാലും നീ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയാവോ? അയാൾ പോയ പോക്ക് കണ്ടില്ല നീ? എന്തെങ്കിലും കിസുമ്പൊക്കെ ഉണ്ടാക്കും അയാള്. ഇനി എന്തിനു ചെയ്യാനാ? നമുക്ക് മേസ്തിരിയോട് കൊടുക്കുന്നെന്ന് പറയാം. എങ്ങനെ ഇവിടെ വന്ന്? ആര് കാണിച്ചു തന്ന വീട്?
അതൊക്കെ നമ്മൾ വരും ചെല്ലമ്മ. ചെല്ലമ്മ ഇന്നത് ചന്ത വരാത്ത് വള്ളിയൊക്കെ ഞാൻ കണ്ടില്ലല്ലേ? ഞങ്ങൾക്ക് എല്ലാവരും ആപത്ത് പറ്റി മുതലാളി. ആ ദാ കണ്ടില്ലയോ? വരണേ, അകത്ത് വന്നിരിക്കണം. കേറിയിരിക്കണം മുതലാളി. നമ്മൾ വിചാരിച്ച് ചെല്ലമ്മയ്ക്ക് വല്ല സോക്കേടുമായിരിക്കുന്നു. എന്നാൽ ഈ നട്ടെറിയാന വെയിലത്ത് വന്നന മുതലാളി. ആ, എന്തിന് വേണം മുതലാളി കുടിപ്പാൻ? എന്തൊരു തരും. ചായ വാങ്ങിച്ചു തരട്ടെ? നമ്മക്കെന്നൊരു ചായ. ആ, കരുക്ക് വേണോ? ആർക്ക് വേണം കരുക്ക്? പിന്നെ എന്തിന് വേണം മുതലാളിക്ക്? ചെല്ലമ്മയ്ക്ക് അറിഞ്ഞൂടെ എന്തിനു വേണം? ആ, ഞാനിങ്ങനെ അറിയണത്. എനിക്ക് യോത്സ്യം അറിയാമോ? എടാ കൊച്ചുരാമ, നീ എവിടെ പോണത്? അധികാരി അമ്മാന്റെ വീട്ടിൽ. നീ പോയി ധൃതിയൊന്നുമില്ല കേട്ടാ, പതുക്കെ വന്നാ മതി. ആരെല്ലാം വഹിച്ചെടുക്കാൻ? എന്റെ അനിയനെ പോലെയാ. തന്നില്ലൊക്കെ അങ്ങ് ചത്തുപോയി. ആ, ചെല്ലമ്മയ്ക്ക് ഒരു ആട്ടുംകുട്ടീനെ വേണം. പാടി മോളെ, നിനക്ക് നമ്മളെ ചെല്ലമ്മേനെ അറിയാവാ? എന്ത് വരെയാണ് ഇതിന്? വിലക്കാ? നമ്മൾ ചെല്ലമ്മയ്ക്ക് വിലക്ക് തരാനാ? അയ്യോ, അത് ഒക്കില്ല. വില വാങ്ങിച്ചേ ഒക്കൂ. അതൊക്കെ നമ്മുടെ സൗകര്യമായിട്ട് വാങ്ങിച്ചോ. അയ്യോ, അത് പറ്റില്ല. പക്ഷേ കൈയോടെ വരാനില്ല. 2-3 തവണയായിട്ട് തന്നേക്കാം. അല്ല, വാങ്ങിച്ചോളാന്ന് പറഞ്ഞില്ലേ? ചെല്ലമ്മ, തീപ്പെട്ടി അധികം ഉണ്ടെങ്കിൽ ഓഹോ, ആ ശബ്ദിക്കരുത്. ഇവിടെ ഇപ്പൊ വരാം. മുതലാളി, ടീ. ആർക്ക് വേണം എന്റെ ടീ? അക്കാ, ചായ. മുതലാളി, ചായ. നീ എന്നെ കുടിച്ചോ. എന്നാടാ ചായ? എടാ കുടിക്കാൻ. ഏത് അരപ്പായാലത്? ഞാനാ ചെല്ലമ്മ. ചെല്ലമ്മ, അല്ല, ഇതാര്? കൊച്ചങ്ങെത്തിയോ? എന്തിനാ കൊച്ചങ്ങത്തെ ചുമ്മാതെ എറിഞ്ഞു വാട്ടി കളയണത്? ഇങ്ങോട്ട് കയറി വരണം. ഞാൻ വരട്ടെ? വരണന്നേ. വാ, ഇങ്ങനെ പേടിച്ചാലോ? ഇരിക്കേ. പിന്നെ എന്തിനു കൊച്ചങ്ങത്തെ വിശേഷിച്ച്? ചെല്ലമ്മ, ആ, ചെല്ലമ്മ എന്നെ ഒന്ന് സഹായിക്കണം. ഓഹോ, എനിക്ക് ചെല്ലമ്മ എന്ത് ഇഷ്ടമാണെന്ന് എന്നെ ചെല്ലമ്മയ്ക്ക്. ചെല്ലമ്മ, ആ കയ്യൊന്നും ഇങ്ങോട്ട് നീട്ടി ചെല്ലമ്മ. ഞാൻ അതിൽ പിടിച്ചൊന്ന് കര കയറട്ടെ. ആഹാ, അത്രയേ ഉള്ള. കൈ കരക്കരിക്കുള്ളൂ. അതുപോലെ ചെല്ലമ്മ. പിന്നെ എന്തിനു വേണം കൊച്ചങ്ങത്തേക്ക്? ഉള്ള കാര്യങ്ങൾ വിട്ട് പറയേ. ചെല്ലമ്മ, എനിക്ക് അച്ചിയാക്കണ? അതൊക്കെ പഴഞ്ഞതല്ല ചെല്ലമ്മ. പിന്നെ ഗാന്ധർവം. അയ്യോ, അതെന്തൊരു കുന്തം? കളിയാക്കാതെ ചെല്ലമ്മ, ചെല്ലമ്മയ്ക്ക് അറിയാം. ഓ, അത് പക്ഷേ അച്ഛന്റെ കൂടെ പറഞ്ഞ ഈ കാര്യം? അയ്യോ, അച്ഛനറിയണ്ട. ചതിക്കില്ല ചെല്ലമ്മ. കൊച്ചങ്ങത്തേക്ക് ഭാഗ്യമുണ്ട്. അച്ഛനതാ വരണല്ല. ഞാൻ പറഞ്ഞു സമ്മതിപ്പിക്കാം. അങ്ങത്തെ. അയ്യോ ചെല്ലമ്മ. ഓ, അങ്ങത്തെ. ആ, ഇങ്ങോട്ട് വരണം. ഓ,
ഒന്ന് കേറിയേച്ചു പോണം. വരണന്നേ. പിന്നെ എന്തെല്ലാം ചെല്ലമ്മ വിശേഷം? ചെല്ലമ്മയെ ഒന്ന് കാണണം, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണം എന്ന് വിചാരിച്ച്. അയ്യോ, വീട് പൊളിച്ചു മാറ്റുന്ന കാര്യമോ മറ്റോ ആണോ? അത് ഞാൻ എന്നാ വിട്ടോ? എന്റെ മകൻ ഗോപി പറഞ്ഞിട്ട് പോലും ഞാൻ കേട്ടില്ല. ഗോപി അങ്ങത്തെ എന്തിനു പറഞ്ഞ്? അവൻ ഒറ്റ പിടിയായി നിന്നില്ലേ? കാൽ നാഴികക്കകം നിന്നെ ഇവിടുന്ന് പറഞ്ഞയക്കണമെന്ന് അവന്റെ അമ്മയെ കൊണ്ടും പറയിച്ചു. ഞാൻ പറഞ്ഞു തലമാ ഇറങ്ങി പോടാന്ന്. അങ്ങത്തെ ദയവ്. ഞാൻ പറയാമെന്ന കാര്യം പറഞ്ഞില്ല. ചെല്ലമ്മ, ഇനി ചെല്ലമ്മ ചന്തയെ പോകണ്ട. അയ്യോ, ചന്തയ്ക്ക് പോകാതിരുന്ന അവനെ ഞാൻ എന്തിനു തിന്നും? വായി പൊട്ടണോ? ചെല്ലമ്മ, എന്തോ? ഞാൻ വിചാരിച്ച നിന്നെ പോലെ ഒരു 7 എണ്ണത്തിന് ചിലവിന് കൊടുത്ത് ഉറപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിച്ചു. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെയോ? പക്ഷേ അങ്ങത്തേരെ വീട്ടിലെ അമ്മച്ചിയുടെ ഒരു വാക്ക് ചോദിക്കാതെ. അതിന്റെ ആവശ്യമൊന്നുമില്ല. അവക്കിതിലെന്തോന്നാ കാര്യം? ഞാനും ചെല്ലമ്മയും മാത്രം അറിഞ്ഞാ മതി. നീ അകത്തോട്ട് വാ. അയ്യോ, ഈ പട്ടാപ്പകല്ലോ. നീ അകത്തോട്ട് വാ. കൊച്ച കുഞ്ഞുങ്ങളെ പോലെ വാ. നീ അകത്തോട്ട് വാ. നീ അകത്ത് പാടില്ലമ്മ. പിടികിട്ടി. നിന്നെ ഞാൻ പല ദിവസം കൊണ്ട് പിടിക്കാൻ നടക്കാം. ഇന്ന് പിടികിട്ടി. നീ എന്തിനാണ് അവിടെ വന്നു? എന്തിനു വന്നു? മാസിക ചെല്ലമ്മ വീട്ടിലാണോ മാസിക? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അയ്യോ, പശുവിന്റെ വാഴ മുഴുവനെ തിന്നല്ലോ. കൊച്ചുങ്ങളെ വളർത്തുന്നത് പോലെ പേടി പേടി വളർത്തി ഇത്രത്തോളം ആക്കിയതാണ്. അയ്യോ, കഴുത്ത് തിരുമിയിട്ടിരിക്കുന്നത് പോലെ അല്ലയോ എന്ന വാഴ കിടക്കുന്നത്. ദ്രോഹികള്, കാലമാടന്മാര്. എന്റെ പശുവിന്റെ കയർ നീ അറുത്തു വിട്ടു. ആ വാഴ അങ്ങോട്ട് വാഴ അങ്ങോട്ട് വെട്ടിക്കണം. ചട്ടി കെട്ട് പുറത്ത് എന്തിനാണ് നോക്കിക്കുന്നത്? അകത്തോട്ട് കയറി പിടിച്ചു കെട്ടിക്കണം. അവളെ പിടിച്ചു കെട്ടി ആർപ്പത്തിരിക്കുന്ന കൈ അടിച്ച് ഒട്ടിച്ചിട്ട് അഴിച്ചു ഓടിക്കേ. കാണട്ടെ, അമ്മയുടെ മുലന് പാല് കുടിച്ചവന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണട്ടെ. ശേഷമുള്ള ക്ഷണിക്കാന് എന്നാ പിടിച്ചില്ലേ? വാ, പിടിച്ചു. താൻ തന്റെ പാട്ടിന് പോടും. തന്റെ ആരെങ്കിലും വിളിച്ചോ? പോയില്ലെങ്കിൽ നീ പോടേ സ്വീകരിച്ചെടുക്കാം. എടോ മൂപ്പിന്നേ കൈമണി, ഈ പെണ്ണും പിള്ളേടുത്ത് കളിക്കുന്നവർക്ക് എന്റെ അടുത്ത് കളിക്കരുത്. അടിച്ചണ്ടിന്റെ പല്ലി ഞാൻ താഴെ ഇടും. ഏതാ പിടിച്ചു കിട്ടടാ ഇവനെ. ആ എന്നാ വാ പിടിച്ചോ. അല്ലേ അകത്തെ ഞാൻ കിട്ടിയത് ശരിയാവൂല. വാസ് കെട്ടട്ടെ. വാസു ഇയാളെ ചെടേർന്ന് പിടിച്ചു കെട്ടിയാല് എനിക്ക് നിൽക്കാൻ സമയമില്ല. എനിക്കൊരു സ്ഥലം എടാ എന്തോന്നാ നോക്കിക്കൊണ്ടിരിക്കുന്നേ? എടാ പട്ടികളെ പോയിടാ പോയിട്ട നിനക്കൊക്കെ തന്ന ചോറ് വേറെ വല്ലത് പോകാനാണ്. എന്തോന്നാണ് നോക്കുന്നത്? ചായ വേണമെങ്കിൽ. ഈ വെട്ടുകത്തി കണ്ടാൽ പേടിച്ചെങ്ങനെ ചായ ചോദിക്കും? ഇത്രയും തന്റെ ഇടം കാണുമെന്ന് ഞാൻ ഓർത്തില്ല. അയ്യോ, നിലയില്ലാതായപ്പോൾ അന്തം വിട്ട് അർപ്പുകത്തി എടുത്തു പോയതാണ്. എനിക്കാരുമില്ല.
എന്നെ ഒരു വിധത്തിലും കിടന്നു പിഴയ്ക്കാൻ ഇവർ സമ്മതിക്കുന്നില്ല. ചായ തിളപ്പിക്കട്ടെ? ഇച്ചിരി ഉമിക്കരി കേട്ടിട്ട് തരാത്ത ആളുടെ ചായ എനിക്ക് വേണ്ട. അയ്യോ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാണ്, ക്ഷമിക്കണം. എന്നാ ചായയും പിന്നീട് മതി. ഇപ്പൊ എനിക്ക് ചായ വേണ്ടാഞ്ഞിട്ട് തന്നെയാ. ഇനി ഒരിക്കലാവട്ടെ.